ഹായ് നമസ്കാരം. വണ്ടർഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേത്രത്ത സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നാളെ തൊട്ട് നോയമ്പ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ബീഫൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടൊന്നുമല്ല, നമ്മൾ നോർമലി വെക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇച്ചിരി ഈസി ആയിട്ടാണ്, കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പക്ഷേ നമ്മൾ കുക്കറിലൊന്നും വേവിച്ചെടുക്കുന്നില്ല, നമ്മൾ ഉരുളിക്കകത്ത് തന്നെ അടുപ്പേ വെച്ചാണ് മൊത്തത്തിൽ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഇളവൻ ഒരു പോത്തിനെയാണ് വാങ്ങിച്ചത്, പോത്തിൻ്റെ ഇറച്ചിയാണ് വാങ്ങിച്ചത്, അല്ലാതെ മൂത്ത പോത്തൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇളവനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വേവിച്ചെടുക്കാൻ പറ്റും. വിറകടുപ്പിലൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഗ്യാസ് അടുപ്പേ വെച്ച് ഉരുളിക്കകത്തിട്ടാണ് വേവിക്കുന്നത്. ഇതിന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഉണക്കത്തേങ്ങ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 മീഡിയം സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ മുറിച്ചിട്ടൊന്നുമില്ല, അത് മൊത്തത്തോടാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, കരിയാപ്പിലൊക്കെ ഇപ്പോൾ ക്ഷാമമായി തുടങ്ങി. കുറച്ച് കരിയാപ്പില ഉള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, ഒരു ശകലം കരളോടെ കൂട്ടിയാണ് നമ്മൾ ബീഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അടുപ്പ് കത്തിച്ച് തുടങ്ങാം. കത്തിയൊന്നുമില്ല, അറിയത്തില്ല, വെയിലായതുകൊണ്ട് കത്തൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഉരുളി എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണയൊക്കെ ചൂടായി, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞതും നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൊത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റൊക്കെ നമ്മുടെ ഈ തേങ്ങ കൊത്തലിലൂടെ നല്ലപോലെ ഒന്ന് പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ല റോസ്റ്റ് പരിവാക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് മൊത്തത്തിലൊന്നാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ കൊത്തിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. അപ്പം ശകലം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ചൂടുകാലമായപ്പോഴത്തേക്ക് കറിവേപ്പിലയൊക്കെ കണ്ടമാനം അങ്ങ് ഉണങ്ങി, ചെറിയ കരിയാപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി നമ്മളറിയാതെ മൊത്തത്തിലെടുത്ത് വെച്ചാണ് നമ്മൾ ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് സവോള ഇട്ട് ബീഫോളിട്ട്, സവോള നമുക്ക് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ബീഫോളിട്ട് പിന്നെ വേവിച്ചാൽ മതി. അപ്പം ബീഫ് വേകുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടിക്കോളും. ജസ്റ്റ് ഈ ഉള്ളിയുടെ വടുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളി മാത്രം ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഒരു 3 മീഡിയം സവോളയാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. നമുക്ക് 3 മീഡിയം സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സവോള വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം നോയമ്പ് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ 50 ദിവസം നോയമ്പ് നോക്കുമെന്നല്ല, എന്നാലും ആദ്യത്തെ ഒരാഴ്ച നമുക്ക് നോയമ്പ് നോക്കണം എന്നൊരു താല്പര്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പം നോയമ്പ് നോക്കുന്നവനാണേലും അല്ലെങ്കിലും ശരിക്കും പേത്രത്ത എല്ലാവരും ആഘോഷിക്കുമല്ലോ. ശരിക്കും നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഒട്ടുമിക്ക ആൾക്കാരും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പം കുറച്ച് ചേർക്കാം, പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം.
ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് നമ്മുടെ ബീഫിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത്, അപ്പം ഈ കുരുമുളകൊക്കെ അതിലൊന്ന് പിടിച്ചോളും. നമുക്ക് അവസാനം ബാക്കി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പം ബീഫിനകത്ത് അത്യാവശ്യം വെള്ളം ഇറങ്ങാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ. അന്നേരത്തേക്ക് അത്യാവശ്യം ബീഫിൽ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അപ്പം വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് വേവിച്ചാൽ. അപ്പോൾ നമ്മൾ ഒന്ന് അടുപ്പേ വെച്ച് ഡയറക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുക്കറി വെച്ച് വേവിക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ പോത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോത്തുകളെ ചെല്ലുമ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം വലിയ തുടയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കാലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അത് വലിയ ഇതാണെന്നുണ്ടെങ്കിൽ മൂത്ത പോത്തായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി ചെറിയ കാലേന്ന് വലിയ വലിപ്പമില്ലാത്ത കാലേന്ന് ഇറച്ചി നോക്കി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. കുക്കറി വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടേസ്റ്റ് എല്ലാം പോകുള്ളൂ. അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തന്നെ വെക്കണമെന്നില്ല. നമ്മൾ ഈ ഉരുളിക്കകത്തൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് വേവിച്ച് എടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറിയ പോത്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധിക സമയം നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മൂത്ത പോത്തിൻ്റെ ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര താമസമാണ്. നമ്മൾ അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് 2-3 മണിക്കൂറൊക്കെ വേണം അതൊന്ന് വെന്ത് വരണമെങ്കിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ 5-6 വിസിലടിപ്പിച്ച് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് പരിപാടി തീർക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ബീഫൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മളെ കടയിൽ നോക്കണം അതിൻ്റെ ചെറിയ ഇതാണ്. അവർ ചെറുതാണ് വലുതാണെന്നൊക്കെ പറഞ്ഞ് തരും. പക്ഷേ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു കാല് കാണുമ്പോൾ പറയും. ചെറിയ കാലമാണെങ്കിൽ അതിൽ നോക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പഴയ ഒരു സ്റ്റൈലിൽ അടുപ്പിൽ വെച്ച് നമുക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് അധികം വെള്ളമൊന്നും വേണ്ടി വരില്ല. നമ്മളിത് ബീഫ് ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ, മാക്സിമം പോയാൽ 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊന്നും നമുക്ക് എടുക്കത്തില്ല. നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചാൽ നമുക്ക് വീണ്ടും ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതായാലും ഒരു 1.5 മണിക്കൂർ എടുക്കില്ല. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ച് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇട്ടിട്ടിപ്പോൾ 5 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് വെള്ളമൊക്കെ ഇറങ്ങിയൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടുവാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കധികം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ നേരം വെച്ച് വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. നമ്മളെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ബീഫ് മുക്കാൽ വേവളായിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഇട്ട് ഒരു 10-15 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ പരുവാക്കി എടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫൊക്കെ ആകുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ വേണം. കുറച്ച് മുളക് പൊടി, മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിട്ട് നമ്മുടെ കുറച്ച് ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല കേട്ടോ. പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും മസാലയുടെ കുത്തലൊക്കെ ഒന്ന് മാറി മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ കുരുമുളക് പൊടി അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് 10-15 മിനിറ്റോളമായി. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കി ഇനി ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് നല്ല ഫ്രൈ പരുവാക്കി എടുക്കാം. അന്നേരത്തേക്ക് ഇത് നല്ലപോലെ നമുക്ക് വെന്തും കിട്ടും. അപ്പം നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ വച്ച് നല്ല ഡ്രൈ പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല നമ്മൾ അപ്പത്തിൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂടെ കഴിക്കണം. ഇപ്പം നല്ല പരുവാണ്. ചുറ്റുള്ള ഫ്രൈ ആയാലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ കടല പൊറിക്കുന്നുള്ളത് കഴിക്കണമെന്ന് ഉള്ളതേ ഉള്ളൂ. ഇതാകുമ്പോൾ ഇച്ചിരി ഒരു ഗ്രേവി പെരണ്ടിരിക്കുന്ന ടൈപ്പ്. നമ്മളെ റോസ്റ്റും അല്ല ഗ്രേവി അല്ലാത്ത ടൈപ്പ് ഒരു പെരളൻ പരുവത്തിലുണ്ട് ഇപ്പോൾ നമ്മളെ ബീഫ് ഇരിക്കുന്നത്. കണ്ടോ നമ്മുടെ ബീഫൊക്കെ നല്ല ഡ്രൈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരുന്നാൽ വീണ്ടും ഡ്രൈ ആയി അടിപൊളിയായിട്ട് വരും. ഇപ്പം അന്നേരം അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞു,
അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പത്തിനോട് കഴിക്കണം, ഇച്ചിരിയിലും ഗ്രേവിമയം വെക്കണം എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ഫ്രൈ പരുവായി. അപ്പം നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ചൂടാണ്, എന്നാലും നമുക്കൊരു പീസ് എടുക്കാം. ഒരു പീസ് എടുക്കാം, ഒന്ന് കഴിച്ച് നോക്കാം. ഞാനോർത്തു വേവിച്ചിരി കുറവായിരിക്കുമെന്ന്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് വെന്തു. ഭയങ്കരമായിട്ട് വെന്തു എന്നല്ല, എന്നാലും ഞാൻ പറഞ്ഞത് നമ്മുടെ ഫ്രൈ പരുവത്തിന് വേണ്ട ഒരു 90-95% വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുറത്തെയാണ് നോയമ്പൊക്കെ വരാൻ പോവാണ്. നോയമ്പ് നോക്കുന്നവരും നോയമ്പ് നോക്കാത്തവരും എല്ലാം ആഘോഷിക്കുന്നൊരു പരിപാടിയാണല്ലോ, നമ്മുടെ ക്രിസ്ത്യാനികൾക്കുള്ള മെയിൻ പരിപാടിയാണല്ലോ ഈ പേത്രത്ത എന്ന് പറയുന്നത്. അപ്പോൾ പേത്രത്ത ആഘോഷിക്കുന്ന എല്ലാവരും ഈ ഒരു ടൈപ്പിൽ ബീഫ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പേത്രത്ത ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது